ഖത്തറിൽ ഇസ്രയേലിന്റെ ഉഗ്ര സ്ഫോടനം. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലുണ്ടായ സ്ഫോടനം ഹമാസ് നേതാക്കൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ ഫലമാണെന്ന് സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേലിനും ഹമാസിനും ഇടയിലുള്ള മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന പ്രധാന രാജ്യമായിരുന്നു ഖത്തർ. ഗാസയ്ക്ക് പുറത്തുള്ള തങ്ങളുടെ ആസ്ഥാനമായി ഹമാസ് നേതാക്കൾ ഖത്തർ തലസ്ഥാനം ഉപയോഗിച്ചിരുന്നുവെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. ഹമാസിന്റെ ഉന്നത നേതൃത്വത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിലും എവിടെയാണ് നടത്തിയത് എന്ന് പറഞ്ഞിട്ടില്ല. ഗാസയ്ക്ക് പുറത്താണ് ആക്രമണം നടത്തിയതെന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. IDF-ഉം ISA-യും ഹമാസ് ഭീകര സംഘടനയുടെ ഉന്നത നേതൃത്വത്തെ ലക്ഷ്യമിട്ട് കൃത്യമായ ആക്രമണം നടത്തി. വർഷങ്ങളായി ഹമാസ് നേതൃത്വത്തിലെ ഈ അംഗങ്ങൾ ഭീകര സംഘടനയുടെ പ്രവർത്തനങ്ങൾ നയിച്ചു വരികയും ക്രൂരമായ ഒക്ടോബർ 7-ലെ കൂട്ടക്കൊലയ്ക്ക് നേരിട്ട് ഉത്തരവാദികളാവുകയും ഇസ്രയേൽ രാഷ്ട്രത്തിന് എതിരായ യുദ്ധം ആസൂത്രണം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ആക്രമണത്തിന് മുൻപ് കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നതും കൂടുതൽ രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുന്നതും ഉൾപ്പെടെ സാധാരണക്കാർക്ക് സംഭവിക്കാവുന്ന നാശനഷ്ടങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. ഒക്ടോബർ 7-ലെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായ ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിനായി IDF-ഉം ISA-യും ദൃഢനിശ്ചയത്തോടെ പ്രവർത്തനം തുടരും എന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന പ്രസ്താവനയിലൂടെ അറിയിച്ചത്. അതേസമയം ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുന്നില്ലെങ്കിൽ ഗാസയെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഇസ്രയേൽ ഭീഷണി ഉയർത്തിയിരുന്നു. ബന്ദികളെ മോചിപ്പിക്കുകയും ആയുധം വെച്ച് കീഴടങ്ങുകയും ചെയ്യണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ഹമാസ് അംഗീകരിക്കണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെട്ടു. കീഴടങ്ങൽ നിർദ്ദേശം ഹമാസ് നേരത്തെ തള്ളിയിരുന്നു. US പ്രസിഡന്റ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതി ഇസ്രയേൽ അംഗീകരിച്ചതായും വിദേശകാര്യമന്ത്രി ഗിഡിയാൻ സാർ പറഞ്ഞു. ഗാസയ്ക്ക് ഗുണകരമാകുന്ന പദ്ധതി തയ്യാറാക്കി വരികയാണെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഗാസ സിറ്റിയിൽ ഇസ്രയേൽ ആക്രമണം കൂടുതൽ രൂക്ഷമാകുകയാണ്. ജനവാസ മേഖലകളിലെ ഇടുങ്ങിയ തെരുവുകളിൽ പഴയ വാഹനങ്ങളിൽ ബോംബ് വെച്ച് വീടുകൾ തകർക്കുന്ന രീതി സൈന്യം തുടരുന്നു. ഇന്നലത്തെ ആക്രമണത്തിൽ 40 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. കൂടാതെ ഗാസയിലേക്ക് പുറപ്പെട്ട ഗ്ലോബൽ സമൂത്ത് ഫ്ലോട്ടിലെ കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണവും നടന്നു. തുനീഷ്യൻ തീരത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. കപ്പലിലുണ്ടായിരുന്നവർ സുരക്ഷിതരാണ്. ദൌത്യവുമായി മുന്നോട്ടു പോകുമെന്ന് ഗ്ലോബൽ സുമത് ഫ്ലോട്ടിലെ അറിയിച്ചു. ഡ്രോൺ ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഗ്ലോബൽ സുമത് പുറത്തുവിട്ടിട്ടുണ്ട്. GSF സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന ഫാമിലി ബോട്ട് എന്നറിയപ്പെടുന്ന പ്രധാന ബോട്ടിൽ ഡ്രോൺ ഇടിച്ചതായി ഗ്ലോബൽ സുമത് ഫ്ലോട്ടിലെ സ്ഥിരീകരിക്കുന്നുണ്ട്. ബോട്ടിൽ പോർച്ചുഗീസ് പതാക ഉണ്ടായിരുന്നു. എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ്. നിലവിലെ അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഉടൻ പുറത്തുവിടും എന്നും സംഘടന പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഭീഷണിപ്പെടുത്താനും തങ്ങളുടെ ദൌത്യം പാളിത്തെറ്റിക്കാനും ലക്ഷ്യമിട്ടുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ തങ്ങളെ പിന്തിരിപ്പിക്കുകയില്ല. ഗാസയിലെ ഉപരോധം തകർക്കാനും അവിടുത്തെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുമുള്ള തങ്ങളുടെ സമാധാനപരമായ ദൌത്യം ദൃഢനിശ്ചയത്തോടെ തുടരുമെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്നാൽ ഡ്രോൺ ആക്രമണത്തെ തുനീഷ്യൻ അധികൃതർ നിഷേധിച്ചു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുംബർക്ക് ഉൾപ്പെടെയുള്ള 350 സന്നദ്ധ പ്രവർത്തകരാണ് സഹായ സാമഗ്രികൾ നിറച്ച ബോട്ടിലുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ച ബാഴ്സലോണയിൽ നിന്നാണ് ഏകദേശം 20 കപ്പലുകളുടെ ഫ്ലോട്ടില ഗാസയിലേക്ക് പുറപ്പെട്ടത്. ഇസ്രയേൽ പതിവ് പോലെ തടഞ്ഞില്ലെങ്കിൽ സഹായ വിതരണം ഗാസയിൽ നടത്താനാകുമെന്ന് സംഘം പ്രതീക്ഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.